നമസ്കാരം. പശ്ചിമ ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് രാജിവെക്കില്ലെന്നും വ്യക്തമാക്കി മമതാ ബാനർജി. തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് തോറ്റിട്ടില്ലെന്നും ഇപ്പോൾ വന്ന ഫലം തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കൊള്ളയടിച്ച് നേടിയതാണെന്നും മമത ആരോപിച്ചു. ഞാൻ തോറ്റിട്ടില്ല, അതിനാൽ രാജ്ഭവനിൽ പോയി രാജി നൽകാൻ തയ്യാറല്ല. ഇങ്ങനെയല്ല ജനാധിപത്യ പ്രക്രിയ പ്രവർത്തിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻവിധിയോടെ ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഒരു തെറ്റായ സന്ദേശമാണ് ഇത് ലോകത്തിന് നൽകിയത്. വൃത്തികെട്ട കളികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളിച്ചത്. തൃണമൂലിന്റെ യഥാർത്ഥ എതിരാളി BJP ആയിരുന്നില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നുവെന്നും മമത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 15 വർഷത്തെ തൃണമൂൽ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് BJP 207 സീറ്റുകളുമായി വലിയ വിജയം നേടിയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് മമത. വോട്ടർ പട്ടികയിൽ നിന്ന് 90 ലക്ഷം പേരുകൾ നീക്കം ചെയ്തതായും കോടതി ഇടപെടലിന് ശേഷം മാത്രമാണ് 32 ലക്ഷം പേരെ തിരികെ ചേർത്തതെന്നും മമത പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കാലത്ത് IAS, IPS ഉദ്യോഗസ്ഥരെ മാറ്റി BJPക്ക് താൽപ്പര്യമുള്ളവരെ നിയമിച്ചതും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും നേരിട്ടുള്ള ഇടപെടലുമാണ് ഈ ഫലത്തിന് പിന്നിലെന്നും അവർ ആരോപിച്ചു. ഏതാണ്ട് 100 സീറ്റുകൾ തങ്ങളിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ തട്ടിയെടുത്തുവെന്നാണ് തൃണമൂലിന്റെ വാദം. 71-കാരിയായ മമത തനിക്കെതിരെ നടന്ന ശാരീരിക ആക്രമണങ്ങളെക്കുറിച്ചും വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി. ഒരു പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് CCTV ഓഫ് ചെയ്ത ശേഷം തന്നെ വയറ്റിലും പുറത്തും മർദ്ദിച്ചുവെന്നും ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് തന്നെ പുറത്തേക്ക് തള്ളിയതായും അവർ ആരോപിച്ചു. വോട്ടെടുപ്പിന് ശേഷം EVMകളിൽ 80 മുതൽ 90% ചാർജ് എങ്ങനെ അവശേഷിക്കുന്നുവെന്ന സാങ്കേതിക സംശയവും അവർ ഉന്നയിച്ചു. ജനാധിപത്യം കൊള്ളയടിക്കപ്പെട്ട ഈ ദിവസത്തെ ബംഗാൾ ചരിത്രത്തിലെ കറുത്ത ദിനമെന്നാണ് മമത വിശേഷിപ്പിച്ചത്. മഹാരാഷ്ട്ര, ഹരിയാന, ബീഹാർ എന്നിവിടങ്ങളിൽ എന്ന പോലെ ബംഗാളിലും കേന്ദ്ര സർക്കാർ നേരിട്ട് തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടുവെന്നാണ് മമതയുടെ ആരോപണം. നടന്നത് തിരഞ്ഞെടുപ്പ് അല്ലെന്നും കേന്ദ്ര ഏജൻസികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് നടത്തിയ ഒത്തുകളിയായിരുന്നുവെന്നുമാണ് മമത ആരോപിക്കുന്നത്. തന്റെ ജീവിതത്തിൽ ഇത്രയും മോശമായ ഒരു തെരഞ്ഞെടുപ്പ് കണ്ടിട്ടില്ലെന്നും മമത പ്രതികരിച്ചു. എന്നാൽ മമതാ ബാനർജി കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ ജനവിധി അംഗീകരിക്കുന്നുവെന്നാണ് തൃണമൂൽ നേതാവ് മഹുവ മൊയ്ത്ര എക്സിൽ കുറിച്ചത്. സങ്കല്പിക്കാൻ പോലുമാകാത്ത പ്രതിസന്ധികളുടെ പൊരുതിയാണ് തങ്ങൾ പോരാട്ടം നടത്തിയതെന്നും ബംഗാൾ ആഗ്രഹിച്ചത് BJP ആണെങ്കിൽ ആ ജനവിധിയെ ബഹുമാനിക്കുന്നുവെന്നും അവർ പറഞ്ഞു. എങ്കിലും ഭരണഘടനയ്ക്ക് പ്രാധാന്യമുള്ള മതേതര രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുമെന്നും അവർ വ്യക്തമാക്കി. ബംഗാളിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന ആരോപണം തൃണമൂൽ നിരന്തരം ഉയർത്തുകയാണ്. കമ്മീഷനെതിരെ തുടക്കം മുതൽക്കേ മമത ആരോപണം ഉന്നയിച്ചിരുന്നു. കനത്ത തിരിച്ചടിയാണ് ഇക്കുറി തൃണമൂൽ കോൺഗ്രസ് നേരിട്ടത്. 15 വർഷം നീണ്ട തൃണമൂൽ ഭരണത്തിന് അവസാനം കുറിച്ചാണ് BJP വൻ വിജയം നേടിയത്. 293 സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP 207 സീറ്റ് നേടി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം സ്വന്തമാക്കി. 80 സീറ്റിൽ ജയിക്കാൻ മാത്രമേ തൃണമൂലിന് സാധിച്ചുള്ളൂ. 2021 216 സീറ്റിൽ ജയിച്ച സ്ഥാനത്താണിത്. സ്വന്തം മണ്ഡലമായ ഭവാനിപൂരിൽ മമത തോറ്റത് പാർട്ടിക്ക് ഇരുട്ടടിയായി. മുൻ സഹപ്രവർത്തകനും BJPയുടെ പാർലമെന്ററി പാർട്ടി നേതാവുമായ സുവേന്ദു അധികാരിയാണ് മമതയെ തോൽപ്പിച്ചത്. 293 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 147 സീറ്റുകൾ വേണ്ട ഇടത്താണ് BJP 207 സീറ്റുകൾ നേടി തങ്ങളുടെ കരുത്ത് തെളിയിച്ചത്. തൃണമൂൽ കോൺഗ്രസ് 80 സീറ്റുകളിലേക്ക് ചുരുങ്ങി. മമതയുടെ സ്വന്തം മണ്ഡലമായ ഭവാനിപൂരിൽ മുൻ സഹപ്രവർത്തകൻ സുവേന്ദു അധികാരിയോട് തോറ്റത് പാർട്ടിക്കും മമതയ്ക്കും ഒരുപോലെ വലിയ തിരിച്ചടിയായി. BJP 45.84% വോട്ട് വിഹിതം നേടിയപ്പോൾ തൃണമൂലിന് 40.8% വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ അന്വേഷിക്കാൻ 15-അംഗ വസ്തുതാന്വേഷണ സമിതിയെ നിയോഗിക്കുമെന്ന് പ്രഖ്യാപിച്ച മമത പരാജയപ്പെട്ടെങ്കിലും തന്റെ പാർട്ടി ഐക്യത്തോടെ നിലകൊള്ളുമെന്നും പോരാട്ടം തുടരുമെന്നും വ്യക്തമാക്കി. മമത രാജിവെക്കാൻ വിസമ്മതിക്കുന്നത് ബംഗാളിൽ പുതിയ ഭരണഘടനാ പ്രതിസന്ധിക്ക് വഴി തുറക്കുമോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്.